ഹലോ ഗേസ് ഫേസ്ബുക്ക് മൈ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് വന്നിരിക്കുന്നു. അപ്പം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ഞങ്ങൾ പെയിൻറ്റ് അടിച്ചിട്ട് അങ്ങ് ബ്ലോക്ക് ആകുന്നു, പെയിൻറ്റ് അങ്ങ് സക്സസ്ഫുൾ ആകുന്നില്ലെന്ന്. അപ്പോൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫെൻസ് ഏത് സംഭവം ഞാൻ വാങ്ങിച്ചെന്നുള്ളത് ഫെൻസിൻ്റെയാണ് വാങ്ങിച്ചത്. ഇതാണ് സ്പ്രേ പെയിൻറ്റ് ഫെൻസിനുള്ളത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് ക്യാന്. ഈ ക്യാൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഇതൊരു ലോക്കുണ്ട്. ഈ ലോക്ക് വെച്ചിട്ടാണ് തിരിച്ചാലാണ് ഇത് നമുക്ക് തുറന്ന് വരാൻ പറ്റുള്ളൂ. തുറന്നുകൊണ്ടാണ് ഇതിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു 4 ലിറ്റർ പെയിൻറ്റും 1 ലിറ്റർ വെള്ളം കൂടി ചേർത്താണ് മിക്സ് ആക്കുക. ഇതാണ് അതിൻ്റെ നോവ്. ഇത് നമ്മൾ കണക്റ്റ് അങ്ങ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം അതിൻ്റെ ഈ പ്രഷർ നമ്മൾ ഇത് ലോക്ക് ചെയ്യണം. ഇതെല്ലാം ലോക്ക് ചെയ്തിട്ട് ഇതാണ് വാൽവ്. നമുക്ക് എപ്പോഴാണ് പെയിൻറ്റ് തേരുന്നത് അതനുസരിച്ച് നമ്മൾ ഈ വാൽവ് പൊക്കിയിട്ടിട്ട് എയർ കളഞ്ഞിട്ടാണ് രണ്ടാമത് തുറക്കാൻ. ഓക്കെ, ഇനി നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ഇത്രയും ഡിസ്റ്റൻസാണ് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ സംഭവം ഒഴുകും. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ പെയിൻറ്റ് ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഒരു എക്സ്ട്രാ ബക്കറ്റിനകത്ത് പെയിൻറ്റ് കലക്കി കഴിഞ്ഞിട്ട് ഞാൻ കൺഫ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ അധികം പൈസ കളയാക്കാൻ വേണ്ടി ഞാൻ ഒരു പാലും കുപ്പിയുടെ ബോട്ടിലെടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ രണ്ടായിട്ട് ഞാൻ മുറിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നാണ് ഞാൻ ഇതിൽ നിന്ന് കോരിയിട്ട് ഇതിലോട്ട് ഒഴിക്കും. അപ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് വേണ്ട സംഭവമാണ് ഒരു നെറ്റ് വേണം. കാരണം നെറ്റ് ഇല്ലാതെ ഞാൻ ആദ്യം സ്പ്രേ ചെയ്തപ്പോഴും നമുക്കത് എൻ്റെ ഇത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് നെറ്റ് യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങനെ ഒഴിക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചിട്ട് നമ്മളിത് വയ്ക്കും. അതുകൊണ്ട് ഈ നെറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനത്തെ ഊറ്റുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കധികം ചോർപ്പിൻ്റെ ആവശ്യമില്ല. നമുക്കിതിപ്പോൾ ഓൾറെഡി നല്ല ഹോളിലായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇത്രയുള്ളൂ കേസ് ഇതിനെ പറ്റിയുള്ള സിമ്പിൾ മെത്തേഡ്. താങ്ക് യു സോ മച്ച്.